खा के लाइट बंद कर दो। आपने उनकी बात सुनी, हमारी कुछ अरे तो भाई उसके जेन्युइन प्रॉब्लम लग रही है ना भाई। हमारी जेन्युइन नहीं, क्या जेन्युइन प्रॉब्लम बताएं आप? बड़े भाई बच्चे मेरे कान के पास हो रहे तो क्या मैं आपको 2 साल के बच्चे को भी उठा के ले आऊं? ഈ വണ്ടിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധമില്ലാത്ത ആൾക്കാരട്ടോ. ഇവർക്ക് വല്ല ഭജന നടത്തണ വല്ല പുറത്തിരുന്നോ അല്ലെങ്കിൽ വേറെ വല്ല ട്രെയിനോ കോച്ചോ പിടിച്ചോ വല്ല ചെയ്യുമായിരുന്നോ? ഒച്ചത്തിലാ പരിപാടിയൊക്കെ. ഇതുപോലെ വൃത്തികെട്ട കുറെ ആൾക്കാർ, സത്യം പറയാലോ വെറുത്തുപോയി യാത്ര. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ഹൈദരാബാദ് പോവാണ്. ദക്ഷിൺ എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താണ് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വെച്ച് വീഡിയോ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ ഗേറ്റ് നമ്മളെല്ലാവരും കാണുന്നതല്ല, നമ്മൾ ഡൽഹി വരുമ്പോൾ എല്ലാവരും കാണുന്ന ഇന്ത്യ ഗേറ്റും സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നൊരു മോണുമെൻ്റാണ്, ഒരു വാർ മെമ്മോറിയലാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ്, കാരണം നല്ല ഫേവറബിൾ ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റിനൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ വൈകിട്ട് ഒരു 4 മണിയോട് വരണം, കാരണം നല്ല രസമാണ് ഇവിടെ 4 മണി കഴിഞ്ഞ്. പിന്നെ രാത്രിയിലൊക്കെ ലൈറ്റ് ആൻഡ് സോൺ ഷോ ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു വന്ന് ഇവിടെ ഡൽഹിയിൽ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ. അപ്പോൾ നിങ്ങൾ ഇന്ത്യ ഗേറ്റിൽ വന്നാൽ ഇവിടെ ഒരു അടിപൊളി ഒരു സംഭവമുണ്ട്. അതായത് ഇന്ത്യ ഗേറ്റിൽ നമ്മൾ നേരെ വന്ന് ഇവിടെ ഇറങ്ങുന്നു, എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് എടുത്തിട്ട് ഈ ഒരു ചെറിയൊരു ലേക്ക് പോലെ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് നേരെ വരുമ്പോഴേക്കും ഇവിടെ താഴോട്ടൊരു വഴിയുണ്ട്, കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ അറ്റം വരുമ്പോൾ നമുക്ക് ഈ താഴോട്ടൊരു ചെറിയൊരു അണ്ടർപാസ് പോലെ കാണാൻ പറ്റും. ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും വരുന്ന ആൾക്കാരുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് ഇവിടെ ഒരു ചായക്കട പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, കാണിച്ചു തരാം. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ, ഇന്ത്യ ഗേറ്റ് തന്നെയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അണ്ടർപാസ് നേരെ ഇറങ്ങി പോവാണേ. അപ്പോൾ ഇവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെറിയ കുറേ സെറ്റപ്പ് കാണാം, ഓരോ ഫുഡ് സ്റ്റോൾ പോലെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ പല സംസ്ഥാനങ്ങളുടെ ഫുഡ് സ്റ്റോൾസ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഉണ്ട്, അതായത് നമ്മുടെ സ്വന്തം കേരള സർക്കാരിൻ്റെ കഫേ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ നടത്തുന്നൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സംഭവം ഉണ്ട്, കാണിച്ചു തരാം. അത് മാത്രമല്ല, പിന്നെ ഇവിടെ മഹാരാഷ്ട്രയുടെ ഒരു ഫുഡ് സ്റ്റോളുണ്ട്, പിന്നെ ഇവിടെ അരുണാചൽ പ്രദേശിൻ്റെ ഒരു റൂട്ട്സ് എന്നൊരു ഫുഡ് സ്റ്റോളുണ്ട്. ഇവിടെ മൊമോസും പിന്നെ മറ്റേ തുപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ മേഘാലയയുടെ ഒരു ഫുഡ് സ്റ്റോളുണ്ട്. ഇത് മറ്റേ മധ്യപ്രദേശിന് കേട്ടോ, കുനോ എന്ന് പറഞ്ഞൊരു മധ്യപ്രദേശ് ടൂറിസത്തിൻ്റെ. ഇതെല്ലാം ഈ ചെറിയ ചെറിയ സ്നാക്സും പിന്നെ വൈകിട്ടത്തെ ചായയൊക്കെ കിട്ടുന്ന ഫുഡ് സ്റ്റോൾസ് ആണ്. പിന്നെ ഇവിടെ തെലങ്കാനയുടെ ഉണ്ട്, ഹൈദരാബാദി ക്യുസീൻ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ മെയിനായിട്ട് ചായയാണ് ഉള്ളത്. പിന്നെ ചായയും കടികളൊക്കെ കണ്ടോ, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, ഉണ്ടംപൊരി, കൊഴുക്കട്ട, ഉന്നക്ക, എന്തൊക്കെയായിട്ടെന്ന് നോക്കിയാൽ ബ്രെഡ് ഓംലെറ്റ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ചേച്ചിമാർ വറുത്ത് വെച്ചിരിക്കുക നമ്മുടെ ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പുവടയൊക്കെ കേട്ടോ. ഇവിടെ ഇവർ മറ്റേ ഇലക്ട്രിക് സ്റ്റൗവിലാണ് തോന്നുന്നു ചെയ്യുന്നത്, കാരണം ഇവിടെ ഗ്യാസ് അലൗഡല്ലായിരിക്കും. കാരണം ഇന്ത്യ ഗേറ്റ് ഈ ഒരു പരിസരം ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമല്ലേ. അത് മാത്രമല്ല ഇവിടെ മസാല ദോശയൊക്കെ ഉണ്ട് കേട്ടോ. മസാല ദോശ, ഗീ റോസ്റ്റ്, പിന്നെ ദോശ ഐറ്റംസ്, പിന്നെ പുട്ട്, ഇഡലി, മീൻകറി, ചിക്കൻ കറി, പിന്നെ ചെറിയ മീൽസ് ഉണ്ട്, പായസം ഉണ്ട്, എല്ലാം കിട്ടും ഇവിടെ. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും. പക്ഷേ കുറച്ച് പൈസ കൂടുതലാണ്, ഒരു 30 രൂപയൊക്കെയാണ് മിനിമം ഒരു കടിക്ക് കേട്ടോ സംഭവങ്ങൾ. ഇവിടുത്തെ ചേച്ചിമാരവർ കാസർഗോഡുകാരാണ് കേട്ടോ. അവർ വന്ന് മിണ്ടിയായിരുന്നു, വീട് നടത്തില്ല, ഒരു കാസർഗോഡുകാരാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഹസ്രത്ത് നിസാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ 8 മണി തൊട്ട് 9 മണി വരെ റേഞ്ചിൽ ഇവിടെ നിസാമത്തിൽ നിന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ വണ്ടികളായ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം, ഈ 4 വണ്ടി നമുക്ക് കാണാൻ പറ്റും ഹസ്രത്ത് നിസാമത്തിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു ലൈനിൽ കൂടെയാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ 4 വണ്ടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വണ്ടിയാണ് ഈ സമയത്ത് സ്കിപ്പ് ചെയ്യുന്നത്. ഈ റോഡിൻ്റെ ഒരു WP7 ആണ് കേട്ടോ, ആന്ധ്രാപ്രദേശ് എക്സ്പ്രസിൻ്റെ ലോക്കോ. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ വണ്ടികളിലെ ഫസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന നിസാമത്തിൽ. ഇനിയിപ്പോൾ കേരള വരെയുണ്ട് തൊട്ട് ബാക്കിൽ. ഇത് 8 മണിക്ക് ന്യൂഡൽഹിയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ, ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ്. ന്യൂഡൽഹിയിൽ നിന്ന് വിശാഖപട്ടണം പോകുന്ന വണ്ടിയാണിത്. അടുത്തായിട്ട് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. പക്ഷേ കേരള എക്സ്പ്രസ് നിസാമത്തിനായപ്പോഴേക്കും ചെയിൻ വലിച്ച് ഇവിടെ നിർത്തി കേട്ടോ ആരാണ്ട്. അയ്യോ, ഇതെന്തടവാടാന്ന് നോക്കിയേ. ആരാണ്ട് ഇവിടെ ഇറങ്ങാൻ ഉള്ളവൻ ചെയ്ത പണിയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴാണ്ട് വണ്ടി എടുത്തു, ചെയിൻ വലിച്ചിട്ടേക്ക് ഒരു 5 മിനിറ്റോളം വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ. എന്തോ പരിപാടിയാന്ന് നോക്കിയാൽ ഓരോരുത്തന്മാർ കാണിക്കുന്നത്.
അടുത്തതായിട്ട് വരുന്നത് കർണാടക എക്സ്പ്രസ് ആണ്. ആന്ധ്രാപ്രദേശ് പോയി കേരളം പോയി ഇനിയിപ്പോൾ കർണാടക വരും. ഇപ്പം അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് വരും. കർണാടക എക്സ്പ്രസ് ആണ് പോകുന്നത്. തുക്ലക്കാബാദിൻ്റെ ഒരു WP7 ആണ് എൻ്റെ ലോക്കോ. നമ്മുടെ KSR ബംഗളൂരു വരെ പോകുന്നത്. ഞാൻ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട്. ഭോപ്പാലിൽ കയറിയിട്ടുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഭോപ്പാലിൽ ബംഗളൂരു വരെ പോയിട്ടുണ്ട് ഈ വണ്ടിക്ക്. തമിഴ്നാട് എക്സ്പ്രസ് വണ്ടി ഇപ്പോൾ ഇതിലേ കൂടി പോയി. പക്ഷേ താജ് എക്സ്പ്രസ് എന്ന വണ്ടി ഇവിടെ അട വെച്ചാണ്. ആ സമയത്ത് തിരിച്ചിങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. ബാക്കി 3 സംസ്ഥാനങ്ങളിലെ വണ്ടി കിട്ടി. ഗൈസ്, ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെ കറണ്ട് പോയി കേട്ടോ. അയ്യോ, വന്നു ഒരു 10 സെക്കൻഡ് അടുപ്പിച്ചുള്ള കറണ്ട് പോയി ഇവിടുത്തെ. അപ്പോൾ നമ്മുടെ ദക്ഷിൺ എക്സ്പ്രസ് ഇവിടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ദക്ഷിൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യം പറയാനുണ്ട് ഇതിനെ പറ്റി. ഞാൻ നാളെ രാവിലെ പറയാം. കാരണം ഇപ്പോൾ ഒത്തിരി താമസിച്ചു ഈ വണ്ടി കയറി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇത് 10 കമ്പനിയുടെ വിടുന്ന നിസാമുദ്ദീൻ ഹൈദരാബാദ് പോകുന്ന ദക്ഷിൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ വണ്ടി കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് പോലെ തന്നെ കുറേ സ്റ്റോപ്പുള്ളൊരു വണ്ടിയാണ് ഈ ദക്ഷിൺ എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, നല്ല ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ബോർഡാണ് കേട്ടോ. കണ്ടോ, ദക്ഷിൺ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ് ഹൈദരാബാദ് നിസാമുദ്ദീൻ, ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ പടവും നിസാമുദ്ദീൻ ദർഗയുടെ പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബോർഡ്, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നടന്ന മറ്റേ അഹല്യനഗരി സ്വർണ്ണജയന്തിയുടെ ഒക്കെ ബോർഡ് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ വണ്ടിയുടെ ഒക്കെ ബോർഡ് നല്ലതാണ്, മോശം എന്നല്ല പറയണത്. പക്ഷേ ഈ ബോർഡ് ഒരു രക്ഷയില്ല കേട്ടോ. ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് അടിപൊളി ബോർഡ്. നമ്മുടെ ദക്ഷിൺ സൂപ്പർ ഫാസ്റ്റിന് നിസാമുദ്ദീൻ നിന്നും ഹൈദരാബാദ് എത്തിക്കുന്ന ലോക്കമാണിത്. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ളൊരു ലാലാഗുഡ ഷെഡിൻ്റെ WP7 ആണ് 37441. ഈ ലാലാഗുഡക്ക് ഇഷ്ടം പോലെ ലോക്കം ഉണ്ടെങ്കിലും നല്ല ക്ലീൻ ലോക്കമാണ് കേട്ടോ. ഒരു ചെളി അങ്ങനെ കാണാറില്ല, വളരെ കുറവാണ് ചെളി കാണുന്നതൊക്കെ. ഈ വണ്ടിക്ക് ഒരു AC 2 ടയർ മാത്രമല്ലേ, പിന്നെ ബാക്കിയെല്ലാം 3 ടയർ ആട്ടോ. ഒരു AC 2 ടയർ, ബാക്കി 3 ടയർ, 6 3 ടയർ. ഞാൻ 3 ടയറാണ് പോകുന്നത്. എൻ്റെ RAC ടിക്കറ്റ് ആയിരുന്നു, RAC 5 ആയിരുന്നു. പക്ഷേ ചാർട്ട് വന്നപ്പോഴേക്കും കൺഫേം ആയി. കോച്ച് കാണിക്കാം. ഇതിൻ്റെ ഓരോ കോച്ചിലുള്ള ബോർഡാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആട്ടോ. തെലുങ്കിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. എൻ്റെ സീറ്റുള്ള കോച്ച് ആണ്ട് ഈ ദുരന്തോ ലിവറിയിലുള്ളൊരു കോച്ചാണ്. AC 3 ടയർ B5 കേട്ടോ. പഴയ കോച്ചാണ്. പണ്ട് ദുരന്തോയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ആ കോച്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കൊള്ളാം അല്ലേ, വെറൈറ്റി. പക്ഷേ പഴയ കോച്ചാണ് 2010 മേട് കോച്ചാണ് കേട്ടോ. പക്ഷെ പഴയതാ. ശരിക്കും പറഞ്ഞാൽ ഈ 3rd AC ബുക്ക് ചെയ്ത് അബദ്ധമായിപ്പോയെന്ന് പറയാം. എല്ലാവരും ഭയങ്കര അലമ്പാട്ടോ. ഞാനത് കൂടുതൽ പറയാൻ കാര്യങ്ങളൊക്കെ പുറത്തുവരട്ടെ. ഇപ്പം 3rd AC ഒക്കെ ഭയങ്കര മടുപ്പാട്ടോ. കാരണം ഫുൾ അലമ്പാണ്, ഫുൾ ഒച്ചയും വെളിയും ബഹളവും ഒക്കെ ആയിട്ട്. ഇപ്പം എൻ്റെ അപ്പർ ബർത്താ എന്നോട് പറയാം മിഡിലിൽ കിടക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് വരുന്നു. ഞാൻ പറഞ്ഞ പറ്റത്തില്ല, എനിക്ക് കഷ്ടപ്പെട്ട് കിട്ടിയ സീറ്റാണ്. അതിപ്പോൾ ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മൾ പൈസ കൊടുക്കുന്ന സീറ്റ് നമുക്ക് അത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം. അല്ലാണ്ട് അവർ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കണമെന്ന് റൂളോ അല്ലെ നിയമമോ അങ്ങനെയൊന്നും ഇല്ല. ഇത് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നമുക്ക് അതിൽ കിടക്കാനുള്ള റൂളുണ്ട്, അവകാശമുണ്ട്. കൃത്യം 10:50 തന്നെ ദക്ഷിൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നടന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട്. നമ്മൾ GT എക്സ്പ്രസിന് ഇങ്ങോട്ട് വന്ന ആ സെയിം റൂട്ട് തന്നെയാണ് ഈ വണ്ടി പോകുന്നത്. അതേ സ്റ്റോപ്പുകൾ തന്നെയാണെന്ന് തോന്നുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് കുറച്ചുകൂടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ വണ്ടി രാവിലെ 9:30 റേഞ്ചിൽ ഭോപ്പാലെത്തും, ഉച്ചയ്ക്ക് ഇറ്റാസി എത്തും, വൈകിട്ട് നാഗ്പൂർ എത്തും. നമ്മൾ നിസാമത്തിൻ്റെ ഇപ്പം രാത്രി 10:50 വിട്ടു കേട്ടോ. ഇതിന് ഇവിടുന്ന് വിട്ടാൽ പിന്നെ ഫരീദാബാദ് അങ്ങനെ കുറേ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ഇതിന്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ഇതിൻ്റെ ഈ വണ്ടിയുടെ സ്റ്റോപ്പ് നോക്കിയാൽ മനസ്സിലാവും. ആഗ്രയ്ക്ക് മുന്നേ 5 സ്റ്റോപ്പ് ഒന്നും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സ്റ്റേഷൻസിലൊക്കെയാണ്. നിങ്ങളുടെ ഇതിൻ്റെ നമ്പർ 12722 എന്നാണ്. അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഇഷ്ടം പോലെ സ്റ്റോപ്പാണ്. ഇതിൻ്റെ യാത്ര ചെയ്യേണ്ട സീനില്ല, അതിൽ പകൽ മൊത്തം സ്റ്റോപ്പാണ്. രാത്രി 11:40 ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കഴിച്ച് വെച്ച് പരത്തി ഇരിക്കുക. എന്നാൽ ബാക്കിയുള്ളവർ കയറി കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത ഒന്നുമില്ലാത്ത കുറേ ആൾക്കാർ. സിവിക് സെൻസറിന്റെ സാധനം അടുത്തൂടെ പോകാത്ത എന്തോ ആൾക്കാരൊക്കെയാണെന്നുണ്ടോ. ये भाई बच्चा आपका, आपको उसको रिलैक्स करना चाहिए। ये कोई दूसरा नहीं जिम्मेदारी लेगा, आपका बच्चा है ना। अरे भाई बच्चे मेरे कान के पास हो रहे तो क्या मैं आपको 2 साल के बच्चे को भी उठा के ले आऊं? ये चुप कैसे बिठाएंगे यार? तो ये आपकी प्रॉब्लम है भाई। बच्चे आप एक ही साइड सुनिए, कोई बात नहीं। तो फिर देखिए ऐसा है, फिर मैं अभी सिर्फ डिस्पोज करने आया हूं।
मैं नहीं करूंगा सर, मैं भी तो वही बोल रहा हूं। आपकी प्रॉब्लम फिर मैं कंट्रोल को बोलता हूँ, अपने हिसाब से सॉल्व करते रहना, कोई बात नहीं। आप लोग नहीं समझ रहे, मैं कंट्रोल को बोल देते हैं, आप भी जागते रहिए। कंट्रोल का मतलब में अभी आएंगे, देखो स्टेशन मैनेजर आएगा, आरपीएफ आएगी, आप दोनों आपस में उस समय सुलह कर आप बोले, आप झूठ मत बोलिए, झूठ मत बोलिए। वही गुस्सा है हम लोग। वीडियो लेके इंस्टा पे डाल दे तो इन्फ्लुएंसर है भाई मेरा। चलो चलो बैठ जाओ। നേരം വെളുത്ത് ഇപ്പോൾ സമയം 7:38. ഇന്നലെ രാത്രി ഒരു സംഭവ വികാസം ഉണ്ടായി. ഫുൾ അടിയായിരുന്നു ഇന്നലെ രാത്രി എൻ്റെ കോച്ചിൽ. അതെന്താ ഞാൻ പറയാൻ ഒത്തിരി കാര്യങ്ങൾ പറയണ്ട അതിനെപ്പറ്റി. ഇതുപോലെ വൃത്തികെട്ട കുറേ ആൾക്കാർ, സത്യം പറയാലോ ഇവന്മാർ ഈ ഹിന്ദിക്കാരെന്ന് പറയുന്നവർ ഇത്രയും ബോധമില്ലാത്തവന്മാരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ശരിക്കും ബോധമില്ലാത്തവരാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ബോധമില്ലാത്തവരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് കറക്റ്റ് മനസ്സിലാകുന്നത് കേട്ടോ. ഞാൻ പറയാം സാർ, കറക്റ്റ് സംഭവം തന്നെ ഞാൻ പറയാം. നമ്മളിപ്പം ബിനാ ജംഗ്ഷൻ എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് എവിടൊക്കെയാ സ്റ്റോപ്പ് എന്ന് അറിയോ? അയ്യോ എൻ്റെ ദൈവമേ, ഇഷ്ടം പോലെ സ്റ്റോപ്പാ. ഞാൻ ടിക്കറ്റ് അവൈലബിൾ ആണല്ലോ നോക്കിയെടുത്താ കേട്ടോ, പക്ഷേ പെട്ടുപോയി സത്യം പറയാമല്ലോ. ദാദർ ഗോരഖ്പൂർ എക്സ്പ്രസ് ആട്ടോ, പേരൊന്നും അറിയത്തില്ല. ദാദർ ഗോരഖ്പൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ ബല്ലിയ ദാദർ ഗോരഖ്പൂർ. ഇനി ഈ ട്രെയിനിൽ നടന്ന സംഭവ വികാസങ്ങളെ പറ്റി ആദ്യമായിട്ട് ഒരാളുടെ കാര്യം പറയാനുണ്ട്. അന്ന് കയറി ഉടനെ താഴെ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു, എൻ്റെ പ്രായം കാണാൻ ഒരു 25-26 വയസ്സുണ്ടാവും. പുള്ളിക്കാരിക്ക് ഇവിടെ മിഡിൽ ബർത്തായിട്ട്, ഏതാണ്ട് ഈ ഒരു മിഡിൽ ബർത്തായിട്ട് ഇവിടെ താഴെ എല്ലാം സാധാരണ ആൾക്കാരൊക്കെ ഉണ്ട്, ആണുങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇവിടെ നമ്മൾ ആണുങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര പുച്ഛം, നമ്മളെന്തോ അവരെന്തോ ആക്രമിക്കാൻ വരുന്നതോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പോലെ. അപ്പോൾ ഇവിടെ സൈഡ് ലോറിൽ നിന്ന് ആൾ പറയാം, നിങ്ങൾ മിഡിലിൽ കിടക്കാവോ, എനിക്ക് സൈഡ് ലോറ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ RAC-യാ, എനിക്ക് ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ഇരിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇവിടെ നമ്മൾ ആണുങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു എന്താ പറയുക അൺകംഫർട്ടബിൾ ആ ഒരു ഫീലിംഗ് പോലെ. നമ്മളവരെ ഒന്നും ചെയ്തില്ലല്ലോ, ഇതിങ്ങനെ അവരുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഞാൻ കുറ്റം പറയല്ലോ, നമ്മൾ ഈ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, വേറെ ഒന്നുമല്ല. എന്നിട്ട് അവർ ലാസ്റ്റ് 10 വണ്ടി വിട്ട് കഴിഞ്ഞ് ഒരു 11 വരെ ഇങ്ങനെ സീറ്റ് നോക്കി ലാസ്റ്റ് അപ്പുറത്ത് ഇട്ട് പോയി കിടന്നു. ലാസ്റ്റ് RAC-കാർ ഇവിടെ താഴെ കിടന്നു. അതൊന്ന് പോട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ അടിയായിരുന്നു ഇന്ന് രാത്രി, ആ വീഡിയോ കണ്ടായിരുന്നല്ലോ. അടിക്ക് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയിൽ കൊച്ചു പിള്ളേരുണ്ട്, പിന്നെ അമ്മമാരുണ്ട്, പിന്നെ അവരുടെ എന്തൊക്കെ ബന്ധുക്കൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വണ്ടി ശരിക്കും വിടുന്നത് രാത്രി 10:50 വണ്ടി വിട്ട് ഇവരെല്ലാവരും അവിടെ ഇരുന്ന് ഭയങ്കര വർത്തമാനമൊക്കെയാണ്. പോട്ടെ, ഒരു 12 മണി സഹിക്കാം. 12 മണിയായിട്ടും ആരും ഒന്നും അനങ്ങുന്നില്ല. ഇവർ കിടക്കാനോ അല്ലെങ്കിൽ ഒരു ഒരുക്കങ്ങളോ ഒന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ ഇവർ കുറച്ച് പേര് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അവരുടെ കുറച്ച് ആണുങ്ങൾ കുറച്ച് പേര് കഴിക്കുന്നുണ്ട്. ഓക്കെ, കഴിച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, അതായത് ഇവരുടെ ബെർത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ക്യാബിനും പോയിട്ടുള്ളൂ, അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കഴിച്ച് കഴിഞ്ഞെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുകൂടെയും ചോദിച്ചു. അപ്പോൾ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു 12 മണി കഴിഞ്ഞിട്ടും അനങ്ങാത്തോട്ട് ഇവരാരും അനങ്ങുന്നില്ല. ഇവരുടെ കൂടെ കുറേ എന്താ പറയുക, നമ്മൾ കണ്ടാൽ ഈ കണ്ണാപ്പി ഫീലുള്ള 2-3 പേരുണ്ട്. അതിലൊരുത്തൻ ഭയങ്കര ഷോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോ, അവൻ കയ്യിലും കാലയിലും എല്ലാം മറ്റേ സ്വർണം പോലത്തെ സാധനമൊക്കെ ഇട്ട് ഭയങ്കര ഷോയാണ്. അപ്പോൾ ഇവൻ ഇവിടെ കിടന്ന് ഭയങ്കര വർത്തമാനം. ഇവൻ്റെ വേറെ ആരോ ഉണ്ട്, ഇവൻ്റെ അപ്പനുണ്ട്, ഒരു പ്രായമുള്ളൊരു പുള്ളിക്കാരനുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു പുള്ളിയുണ്ട്, എനിക്ക് തോന്നുന്നു ആ കൊച്ചുങ്ങളുടെ അപ്പനാന്ന് തോന്നുന്ന വേറൊരു പുള്ളി. ഇവരെല്ലാം ഭയങ്കര വർത്തമാനം. സമയം 12 കഴിഞ്ഞെന്ന് ഓർക്കണം. എന്നിട്ട് ഒരു 12:30 കഴിഞ്ഞിട്ടും അനങ്ങാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ റെയിൽ മതത്തിൽ എടുത്തിട്ട് സംഭവം പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്തു. ഇതേപോലെ ബഹളമാണ് ഇതായെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ സഹിതം കംപ്ലൈൻറ്റ് ചെയ്ത് 5 മിനിറ്റ് ആയില്ലേ TT വന്നു. പറഞ്ഞു നിങ്ങൾക്ക് കിടക്കാനൊന്നും പരിപാടിയൊന്നുമില്ലേ, സമയം എത്രയായി, റെയിൽവേയുടെ റൂൾ അറിയത്തില്ലേ, 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണമെന്നാണല്ലോ റൂളെന്ന് പറഞ്ഞു.
റൂളെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരുടെ തലതൊട്ടപ്പന ഒരു പുള്ളിയുണ്ട്, ആ പ്രായമുള്ള അങ്ങേര് TTയോട് കിടന്ന് ചൂടാവൽ. നിങ്ങളാരെ ഇതൊക്കെ പറയാൻ, ഇവിടെ 2 വയസ്സുള്ള പിള്ളേരുണ്ട്, അതാണ് ഇതാണ്, അവർക്ക് കയറി ഉറങ്ങണ്ടേ, അവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ, അങ്ങനെ എങ്ങനെയാണെന്ന്. അപ്പോൾ TT പറഞ്ഞു 2 വയസ്സുള്ള പിള്ളേരെ നോക്കേണ്ട നിങ്ങളുടെ കടമയാണ്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കടമയല്ല. അവർക്ക് തിന്നാൻ കൊടുക്കുക, അല്ലെ ഇത്ര രാത്രി ഇടുന്ന വണ്ടിയാണെങ്കിൽ നേരത്തെ കയറി കിടന്ന് നേരത്തെ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാന്നുള്ള നിങ്ങളുടെ ജോലിയാണ്, അല്ല ഞങ്ങളല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഈ പിള്ളേരുടെ അപ്പം വന്ന് പറഞ്ഞു ഇവിടെ പിള്ളേരുണ്ട്, അവരെ ഉറക്കണം, സമയം എടുക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ TT പറഞ്ഞു പിള്ളേരെ നോക്കണം നിങ്ങളുടെ കടമയാണ്, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ കടമയല്ല, പിള്ളേരെ നോക്കിയിട്ട് വേഗം കയറി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ണാപ്പി സ്റ്റൈലുള്ള അവന്മാർ വന്നിട്ട് ഇയാളെ ഒന്ന് വെക്കിട്ട് കയറുക. ഇയാളെ ഇതൊക്കെ ചോദിക്കാൻ അങ്ങനെയൊക്കെ ഹിന്ദിയിലാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, അങ്ങനെ ഹിന്ദിക്കാരെ, ഇവർ തെലുങ്കന്മാരല്ല ഹിന്ദിക്കാർ തന്നെയാണ്. ഇയാളെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ മറ്റേ മറിച്ചാൽ ഞാൻ ഈ വണ്ടിക്ക് അങ്ങോട്ട് പോയത് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാളെ അങ്ങ് മെക്കിട്ട് കയറി ഇവരെല്ലാം വന്നിട്ട്. അയാളെ എതിർത്ത് നിൽക്കുന്നുണ്ട്, വേറെ കാര്യം. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് നിങ്ങളപ്പോൾ കണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഇവരുടെ തെറ്റാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ അപ്പുറത്തൊരു പുള്ളിക്കാരി ഉണ്ട്, അവർ ഇവരോട് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അവർ വന്നിട്ട് ചൂടായി ലാസ്റ്റ് ഇവരുടെ അടുത്ത്. ഞാൻ പറഞ്ഞതാ സാറ് ഇവരുടെ അടുത്ത് മിണ്ടായിരിക്കാൻ വേണ്ടി, ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവർ ലാസ്റ്റ് പറഞ്ഞ് ഇമോഷണൽ ആയിപ്പോയി. കാരണം അവർക്ക് അവിടെ കയറി കിടന്ന് ഉറങ്ങേണ്ടതല്ലേ, ചിലപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങാനുള്ളവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ടയേർഡായിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും. വണ്ടി 19 എടുത്തത്. അപ്പം ഒരു മാക്സിമം ഒരു 12 മണി വരെയൊക്കെ സഹിക്കാൻ എല്ലാവർക്കും, അതിൽ കൂടുതൽ സഹിക്കാൻ ആർക്കും പറ്റില്ല. ഈ അടി നടക്കുന്നത് 1 മണിക്കാണ് രാത്രി, കറക്റ്റ് 1 മണി ആയപ്പോഴാണ് അടി നടക്കുന്നത്. അടി നടന്ന് ബഹളം വെച്ച് ലാസ്റ്റ് TT പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ 15 മിനിറ്റ് തരുന്നതിനുള്ളിൽ ഇതെല്ലാം പൂട്ടിക്കെട്ടി കയറി കിടന്ന് ഉറങ്ങിക്കോണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ ഇവിടെ നിന്ന് എന്തൊക്കെയോ വെറുതെ എടുത്തിട്ട് അയാൾ പോയി, TT പോയിട്ടൊരു 10-15 മിനിറ്റ് 1-1.25 ആയപ്പോഴാണ് എല്ലാം പൂട്ടിക്കെട്ടി സാധനങ്ങളെല്ലാം കെട്ടി കിടന്ന് ഉറങ്ങുന്നത്. പോലെ ഇത്രയ്ക്ക് ബോധമില്ലാത്ത കുറേ ആൾക്ക് സത്യം പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹിന്ദിക്കാർ ഇത്രയും വൃത്തികെട്ടവന്മാരെന്ന്, ഞാൻ ഉള്ള കാര്യമുള്ളത് പറയാമല്ലോ, നമുക്ക് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ ഈ ഡൽഹിക്ക് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അവരെ കുറ്റം പറയല്ലേ, കാരണം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഉണ്ടാക്കി പറയില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല, ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയുന്നത്. വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചതല്ലേ. ഇതിൽ നമ്മുടെ ആൾക്കാർ അലമ്പുണ്ടാക്കുക, എല്ലാവരും അലമ്പാണ്, എല്ലാവരും നല്ലവന്മാരൊന്നുമല്ല. മലയാളികൾ അലമ്പുണ്ടാക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്, തമിഴന്മാർ തെലുങ്കന്മാർ എല്ലാവരും അലമ്പുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഇന്ന ആൾക്കാർ മാത്രം പുണ്യാളന്മാർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കണക്കാണ്. സിവിക് സെൻസ് എന്ന സാധനം അടുത്തൂടെ പോകാത്തവരാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പം ഇവരെ അധിക്ഷേപിച്ചിട്ട് തന്നെ എനിക്കെതിരെ ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ലൈറ്റ് ഓഫ് ചെയ്ത് കയറി കിടന്ന് ഉറങ്ങണമെന്നാണ് റെയിൽവേയുടെ റൂള്. അത് ഓഫ് ചെയ്തില്ലേ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. കംപ്ലയിൻറ്റ് ചെയ്താണ്ട് ഇതേപോലെ TT വന്നിട്ട് അവരെ പച്ചയ്ക്ക് പറയുന്നതൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഇവിടെ നടന്ന സംഭവം. സത്യം പറയാമല്ലോ, ഞാൻ ഇത്രയും ട്രെയിൻ യാത്ര നടത്തിയിട്ട് ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു മോശമായിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു ട്രെയിനിലാട്ടോ. ഇത്രയും കച്ചറായിട്ടുള്ള ആൾക്കാർ ഒന്നും പറയില്ല. ഈ വണ്ടിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധമില്ലാത്ത ആൾക്കാരട്ടോ. ഇവിടെ ആയതുകൊണ്ട് എന്തൊക്കെയോ ഭജനയും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ളവർ പിന്നെയും കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. നമുക്ക് എന്തായാലും ഇവർക്ക് വല്ല ഭജന നടത്തണ വല്ല പുറത്തിരുന്നോ അല്ലെങ്കിൽ വേറെ വല്ല ട്രെയിനോ കോച്ചോ പിടിച്ചോ വല്ല ചെയ്യുമായിരുന്നോ? ഒച്ചത്തില്ല പരിപാടിയൊക്കെ. നമുക്ക് സത്യം പറയാലോ, വെറുത്തുപോയി യാത്ര. ബഹളമായി കിടന്ന് കാണിക്കുന്നേ. നമ്മള് ഭോപ്പാൽ ജംഗ്ഷൻ എത്താനായ വണ്ടി കുറച്ച് ലേറ്റ് ആണ്. ഇതിപ്പോ നിഷത്പുര യാർഡാണ് കാണുന്നത്, ഇവിടുത്തെ ഗുഡ്സ് യാർഡാണ് കാണുന്നത്, നിഷത്പുര യാർഡ്. മുംബൈയിൽ ഫിറോസ്പൂർ എന്ന പഞ്ചാബ് മെയിലാണ് ഈ പോകുന്നത്. നമ്മൾ ഈ
യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചാബിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരു പഞ്ചാബിയിൽ ഉണ്ട്. അരമണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ ദക്ഷിൺ സൂപ്പർ ഫാസ്റ്റ് ഭോപ്പാലെത്തി. ഭോപ്പാലെത്തിയപ്പോഴേക്കും ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി സ്വിഗ്ഗിയിൽ നിന്ന് ഇത് ഇഡ്ഡലി മേടിച്ചേ. ഇവിടെ ഭോപ്പാലിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല എന്താ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് അറിയത്തില്ല. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഒക്കെ കാണിച്ചു. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജീറ്റിക്ക് ഉണ്ടായിരുന്ന പോലെ ഈ ദക്ഷിണ കൊണ്ട് റാണി കമലാപതിയിലെ സ്റ്റോപ്പ്, ഭോപ്പാലും ഇവിടെ അവിടെ എല്ലാ സ്റ്റോപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് പോലെ തന്നെ കേട്ടോ, ഒരു വ്യത്യാസമില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഇങ്ങനെ നോക്ക്, പക്ക ജനറൽ കമ്പാർട്ട്മെന്റ്, AC ഉള്ള ജനറൽ കമ്പാർട്ട്മെന്റ് പോലെ. അവിടെ അലയും വെളിയും ബഹളവും, ഇവിടെ ഉണ്ട്. എന്താല്ലേ, ഇതാണ് ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തി ഇട്ടു കേട്ടോ. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു, കഴിച്ചു നോക്കട്ടെ. അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട് സ്റ്റൈലൊക്കെ കഴിയത്തില്ല അതേപോലെ. മറക്കരുത്, ഭോപ്പാൽ ജംഗ്ഷനിൽ വരികയാണെങ്കിൽ സ്വിഗ്ഗിയിൽ അല്ലെ സൊമാറ്റോയിലും ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും അടിപൊളിയാണ്. ഇവിടെ ഇപ്പം മറ്റേ മണിയും സംഭവങ്ങളൊക്കെ ഓടുമ്പോൾ ഇപ്പം ഭയങ്കര ബഹളമാണ്, കൂടിക്കൂടി വരും കേട്ടോ. രാത്രിയിലും ഇതുപോലെ ബഹളമാണെങ്കിൽ ഞാൻ ഇന്നലത്തെ പോലെ വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ രസമല്ലേ? രസമൊക്കെ ശരിക്കും പകല് കുഴപ്പമില്ല, പകല് നമുക്കതൊന്നും പറയാനും പറ്റില്ല, കാരണം പകലെല്ലാവരും ഉണർന്നിട്ടുണ്ടാവും. രാത്രിയിൽ ഈ പരിപാടി വെച്ചാൽ എന്തായാലും ഞാൻ പറയുന്നു വയ്ക്കും. അങ്ങനെ ഉണ്ടായിരിക്കണ ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഇതുപോലെ അലമ്പ് കാണിക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന വരത്തില്ല. അങ്ങനെ കാണിക്കാനും പാടില്ല, ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു 5 മിനിറ്റ് ബിഫോർ ടൈം ആയിട്ട് തന്നെ ഇവിടെ ഇറ്റാർസി ജംഗ്ഷനിലെത്തി, നമ്മുടെ ദക്ഷിൺ സൂപ്പർ ഫാസ്റ്റ്. ഇത് എഴച്ചിലോ ഈ വണ്ടി കേട്ടോ, ഒട്ടും സ്പീഡില്ല. ഇങ്ങനെ അയ്യോ ഒന്നും പറയണ്ട. ശരിക്കും ഈ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റോപ്പൊക്കെ കൊടുത്ത് ഓടുന്ന വണ്ടികൾക്കൊക്കെ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി എടുത്ത് മാറ്റി എക്സ്പ്രസ് ആക്കണം അല്ലേ? നിങ്ങൾ ശരിക്കും ഈ വീഡിയോയിൽ കുറ്റം മാത്രമുള്ളത്, കുറ്റം മാത്രം പറയാനുള്ളൂ. ഈ വീഡിയോയിലുള്ള കാര്യം പറയാനുള്ളൂ, ഒന്നുമില്ല വേറെ. വണ്ടി കോച്ചൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ കോച്ചിലെ ആൾക്കാരൊക്കെ ഭയങ്കര മോഡയാണ്. ഇറ്റാർസി ശരിക്കും ഒരു മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ലോക്കോ ഷെറ്റ് ഉണ്ട്, ഡീസൽ ലോക്കോ ഷെറ്റ് ഉണ്ട്. ഇവരുടെ മറ്റേ ഇറ്റാർസിയുടെ ആൽക്കോ ലോക്കോസ് ഉണ്ട്, WAG9 ഉണ്ട്, WAP7 ഉണ്ട്, അങ്ങനെ കുറേ ലോക്കോസ് ഉണ്ട് ഇവർക്ക്. ഇവിടെ ചറവറ വണ്ടി കേട്ടോ. ഇവിടെ മറ്റേ വന്ദേ ഭാരത്, റാണി കമലാപതി വന്ദേ ഭാരത്. ഇത് നമ്മുടെ സംഘമിത്ര എക്സ്പ്രസ്, ദാനാപൂർ SMBT ബംഗളൂരു. എനിക്ക് ഈ വീഡിയോ നെഗറ്റീവ് മാത്രമേ പറയാൻ കിട്ടുന്നുള്ളൂ. ഞാനിപ്പോൾ അവിടെ പുറത്ത് കാറ്ററിംഗ് സ്റ്റോളുണ്ട്, കാറ്ററിംഗ് സ്റ്റോളിൽ പോയിട്ട് ഒരു വെള്ളവും ഒരു ഫാൻ്റെയും മേടിച്ചേ. അപ്പോൾ അവർ GPayയുടെ QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ GPay എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്, അത് എന്താ ഖരാബാണ്. പോട്ടെ, ഞാൻ കാശ് കൊടുത്ത് 500 രൂപ എടുത്തു. അപ്പോൾ ബാക്കി തരാൻ നമുക്ക് കാശ് എറിഞ്ഞാണ് തരുന്നത്. എന്തോ പറയാൻ ഈ ആൾക്കാരെ കേട്ടോ, നമ്മളെ ഔദാര്യം പോലെ. നമ്മളെ കാശ് എടുത്താൽ നമ്മൾ കാശ് നമുക്ക് എറിഞ്ഞ് തരുക. എന്തായാലും കാശിനോട് ഇത്രയ്ക്ക് ബഹുമാനമില്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ട് കാര്യമില്ല. നമ്മുടെ ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പണ്ട് സംഘമിത്ര എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. നമ്മളതിനെ ഓവർടേക്ക് അടിച്ചു കേട്ടോ. ഓവർടേക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഓവർടേക്ക് എന്നാണ് പറയാം. നമ്മൾ ജീവിക്കുന്നതിൻ്റെ കാശ് വെച്ചിട്ടല്ലേ, ആ കാശൊക്കെ എറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലേ. അത് നമുക്ക് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് നല്ലോണം പൊട്ടിക്കാൻ തോന്നും. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഇറ്റാർസി വിട്ടാൽ പിന്നെ ഒരു കാർഡ് സെക്ഷൻ ഉണ്ട്, പക്ഷെ അത് ഉണക്ക ഒരു സെക്ഷൻ ഒന്നുമില്ല കാണാൻ വേണ്ടി. ഗോരതന്ത്രി എന്ന സ്ഥലമുണ്ട്, അവിടെ അതിനടുത്ത സ്റ്റോപ്പ് ബേത്തുൽ, പിന്നെ അതിന് വൈകിട്ട് നാഗ്പൂർ എത്തുന്നത് കേട്ടോ. ഇറ്റാർസി നമ്മളവിടെ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ ട്രാക്കിലൊക്കെ ഫുള്ള് കച്ചറയാണ് കേട്ടോ, അത് പെറുക്കാൻ വേണ്ടി ഒരാൾ പോകുന്നുമുണ്ട്. അപ്പോൾ ആ നേരെ കാണുന്ന ലൈനാണ് ഖണ്ഡ്വ ഭാഗത്തേക്ക് ലൈൻ, അതായത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് നാസിക്കൊക്കെ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോകുന്നത്. ഈ വണ്ടിയിൽ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പിന്നെ അല്ലാത്ത ആൾക്കാരൊക്കെ എല്ലാവരും നല്ലപോലെ കോച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഹാൻഡ് വാഷ് തീരുന്ന മുറയ്ക്ക് നിറച്ച് വെക്കുന്നുണ്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് കച്ചറ കേട്ടോ, അവരാണ് ഈ വണ്ടി അലങ്കോലാക്കുന്നത്. നമ്മളിപ്പോൾ സെൻട്രൽ റെയിൽവേയിൽ കയറി കേട്ടോ. ഫുള്ള് ഇങ്ങനെ മരുഭൂമിയിലുള്ള കിടക്കാം. സീറ്റിക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് കേട്ടോ. ഫുള്ള് ഇങ്ങനെ മരുഭൂമി കിടക്കും. അപ്പോൾ ഈ ഗോരതന്ത്രി എന്ന സ്റ്റേഷനിൽ ഇപ്പോൾ
അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗാർഡ് സെക്ഷൻ പോലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗാർഡ് സെക്ഷൻ ഇറങ്ങിയാണ് നമ്മൾ അംല ജംഗ്ഷൻ എത്തുന്നത്. അംല കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 5 മണിക്ക് നാഗ്പൂർ എത്തും. ഈ വണ്ടി നമ്മൾ ഇന്നലെ പോകുന്നതിന് മുമ്പായിട്ട് കണ്ടായിരുന്നു. അതായത് ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് ആയി പോയത്, വിശാഖപട്ടണത്തിൽ നിന്ന് ന്യൂഡൽഹിക്ക് പോകുന്നത്. കോൺസ്റ്റന്റ് 130 ആട്ടോ നമ്മുടെ ദക്ഷിണ ഇപ്പോൾ പോകുന്നത്. നാഗ്പൂർ എത്താറായി. കുറേ നേരമായിട്ട് ഈ ഒരു സ്പീഡിൽ തന്നെ അനങ്ങിയിട്ടില്ല കേട്ടോ, വെച്ചടിച്ചാ പോകുന്നത്. ഗൈസ് ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്നറിയാം. ഇത് മറ്റേ പൈത്തൺ ഫ്ലൈറ്റ് ആണ് കേട്ടോ. നടുക്കൊരു ലോക്കോ, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗുഡ്സ് കണ്ടോ. ഇത് 3-4 കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു ഗുഡ്സ് ട്രെയിനാ. ഇതിന്റെ തലേന്ന് എവിടെയാണോ എന്തോ. നാല് മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ട് നാഗ്പൂർ ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതാ നമുക്ക് നാഗ്പൂർ ഓറഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്, റോബസ്റ്റ പഴമുണ്ട്, എല്ലാ സംഭവമുണ്ട്. യശ്വന്ത്പൂറിന് നിസാമുദ്ദീൻ പോകുന്ന കർണാടക സമ്പർക്രാന്തിയാണ് ഈ വരുന്നത്. ഒരു ബ്രെഡ് പക്കോട വാങ്ങിച്ചോട്ടെ. മൊത്തം മാവായിട്ട് ബ്രെഡ് മുങ്ങി തപ്പിയാൽ പോലും കിട്ടത്തില്ല, അതുപോലത്തെ സാധനം മേടിച്ച്. ഈ കർണാടക സമ്പർക്രാന്തിയിലാണ് മൊത്തം ബംഗാളികളാട്ടോ. നോക്കി എല്ലാം ആ സ്ലീപ്പറൊക്കെ ഫുള്ള് ജാം പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. നാഗ്പൂരിൽ നിന്ന് ഇട്ടപ്പോഴേക്കും ഇവിടെ ഫുൾ എക്കോണമി വെച്ചുള്ള റേക്ക് പോകുന്നുണ്ടാവും. ഇത് ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. നാഗ്പൂരിൽ നിന്ന് പൂനെക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്. അതിനൊരു ആൽക്കോ ലോക്കോമോട്ടീവ് ഷണ്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എന്തോ ചെയിൻ വലിച്ചവർ നിർത്തി കേട്ടോ. കുർള ഷെഡിന്റെ ഒരു ആൽക്കോ ആണിത്. അപ്പൊ അതിങ്ങനെ ഷണ്ട് ചെയ്യുന്ന വണ്ടി നിർത്തി. ബോണ്ടാമുണ്ട ഷെഡിന്റെ 2 അടിപൊളി ചീനയും കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി ഒരു നല്ല പെയിന്റ് അടിച്ച ഒരു ലോക്കോ. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ് കേട്ടോ. അത് നമ്മൾ സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഈ വണ്ടിന് അടുത്ത സ്റ്റോപ്പ് നാഗ്പൂർ കഴിഞ്ഞ പിന്നുള്ള സിന്ധീൻ എന്ന സ്റ്റേഷനിലാണ്. ഏതൊക്കെയോ നമ്മൾ കേൾക്കാത്ത സ്റ്റേഷൻസിലൊക്കെ ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. ഇനി മറ്റേ BTP ഗുഡ്സ് ട്രെയിൻ ഒക്കെ ഇല്ലേ, ആ ഗുഡ്സ് ട്രെയിൻ പോകുന്ന ലൈനാണ്. അവിടെ നിന്ന് മറ്റേ പെട്രോൾ ടാങ്കറിൽ നിറയ്ക്കുന്ന എന്തോ ഒരു സൈഡിങ് ആണെന്ന് തോന്നുന്നു കാണുന്നത്. ഈ ഏരിയ ശരിക്കും ഗുഡ്സിൻ്റെ ഏരിയ ആണ്. ഫുള്ള് തന്നെ കണ്ടെയ്നറുകൾ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് വേണ്ട ആ ലൈൻ കണ്ടോ, ആ ലൈൻ അങ്ങോട്ടുള്ള ലൈനാണ്. അവിടെ പോയിട്ട് കണ്ടെയ്നറൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ കിടപ്പുണ്ട് കണ്ടെയ്നർ. ഉള്ള പട്ടിക്കാട്ടിലെല്ലാം ഇതിന് സ്റ്റോപ്പിനുണ്ടോ. വലിയൊരു കിണറുണ്ട്. പക്ഷേ സിന്ധീൻ എന്ന സ്റ്റേഷനിലായിരുന്നു ഇപ്പോൾ അടുത്ത സ്റ്റോപ്പേ. പ്ലാറ്റ്ഫോമിൻ്റെ ഉയരം പോയില്ല, അവിടെ വരെ ഈ സൂപ്പർ ഫാസ്റ്റ് വണ്ടിക്ക് സ്റ്റോപ്പാണ്. 1957 ഈ ദക്ഷിൺ എക്സ്പ്രസ് ഓടി തുടങ്ങിയത്. അപ്പോൾ ഈ ദക്ഷിൺ എക്സ്പ്രസ് വന്നേ പിന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൻ്റെ ഷെഡ്യൂൾ കുറച്ച് ഫാസ്റ്റ് ആയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ.
അതിന് മുമ്പ് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് നല്ല സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഈ ദക്ഷിൺ എക്സ്പ്രസ് വന്നതിൽ പിന്നെ അതിൻ്റെ ഷെഡ്യൂൾ കുറച്ച് ഫാസ്റ്ററായി. നമ്മൾ വന്നതും ഗ്രാൻഡ് ട്രങ്കിന് ഇങ്ങോട്ട്. നോക്ക് ഒട്ടും ഹൈറ്റില്ല ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന്. ഇതിലും പേരെ നമ്മുടെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അത്യാവശ്യം ഹൈറ്റെങ്കിലും ഉണ്ട്. ദക്ഷിൺ എക്സ്പ്രസ് അങ്ങനെ 1 മണിക്കൂർ ലേറ്റായിട്ട് ഇവിടെ ചന്ദ്രാപൂർ എത്തി. ഈ ചന്ദ്രാപൂറിനും ബല്ലർഷയ്ക്കും ഇടയ്ക്ക് 14 കിലോമീറ്റർ ഉള്ളത് 1.5 മണിക്കൂർ ടൈം കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവർ ലേറ്റായിട്ട് അവിടെ എത്തിച്ചത്. കാരണം ഇവിടെ നിന്ന് ഇനി ബല്ലർഷത്ത് ഓൺ ടൈം ആവും. അപ്പോൾ അത് കണ്ടായിരിക്കും മിക്കവാറും ലേറ്റ് ആക്കിയത് വണ്ടി. ഈ വണ്ടി രാവിലെ 2:50 സെക്കന്ദരാബാദ് എത്തും കേട്ടോ. ഇനി ഇന്നലെ ആ ലൈറ്റ് ഇട്ട ടീംസ് മിക്കവാറും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറങ്ങിയില്ല, ഞാൻ വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ സെക്കന്ദരാബാദ് എത്തിയിട്ട് ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എണീക്കണം, ഇത് പറയണ്ട. നമ്മൾ സെക്കന്ദരാബാദ് 1.5 മണിക്കൂർ ലേറ്റായിട്ട് എത്തിയത്. നമ്മൾ 2:50 എത്തേണ്ട വണ്ടി ഒരു 4 മണി റേഞ്ചിലാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ സെക്കന്ദരാബാദ് ഡിപ്പാർട്ടായിട്ട് ഹൈദരാബാദ് ലക്ഷ്യമാക്കി പോകണം ദക്ഷിൺ എക്സ്പ്രസ് കേട്ടോ. സെക്കന്ദരാബാദ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, ഇവിടെ നിർത്തുന്ന വണ്ടിയൊന്നുമല്ല ഇത്. ഹൈദരാബാദാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷനുള്ളത്. ഞാൻ സെക്കന്ദരാബാദ് ഇറങ്ങിയെന്നേ ഉള്ളൂ.